ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആളുകൾക്ക് പേടിയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ഒരു പേടിയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുൾട്ടാണി മിട്ടി. മുൾട്ടാണി മിട്ടി നമ്മൾ എങ്ങനെ ഉപയോഗിച്ചാലും നമ്മുടെ ഫേസ് ഒന്നും കൂടി അങ്ങ് ഡ്രൈ ആകുന്ന ഒന്നാണ്. പക്ഷേ ഞാൻ ഈ വേറൊരു രീതിയിലാണ് ഞാൻ ഈ മുൾട്ടാണി മിട്ടി ഫേസിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല ഒരു മോയ്സ്ചറൈസിങ് ലോക്കായിട്ടുള്ള ഒരു അടിപൊളി ഒരു രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേരെ. അപ്പോൾ നമുക്ക് താമസിപ്പിക്കേണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ മുൾട്ടാണി മിട്ടിക്കകത്ത് ഞാൻ മിക്സ് ചെയ്യാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത് ഇത് കഞ്ഞിവെള്ളമൊന്നും അല്ല കേട്ടോ. കഞ്ഞിവെള്ളം പോണൊക്കെ കണ്ടാൽ തോന്നും, പക്ഷേ നമ്മുടെ തേങ്ങാവെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്, കോക്കനട്ട് വാട്ടർ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇതിനകത്ത് നല്ല രീതിയിൽ ഈ ഒരു തേങ്ങാവെള്ളത്തിനകത്താണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെറിയൊരു ഒരു തേങ്ങയുടെ ഒരു എണ്ണമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ല രീതിയിൽ ഫേസിലിട്ട് കഴിഞ്ഞാൽ ഫേസിലൊരു മോയ്സ്ചറൈസ് ലോക്ക് ചെയ്തത് പോണക്ക് തന്നെ ഇരിക്കും. ഒന്നും കൂടി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കത്തില്ല, വരണ്ട് പോവാൻ ഇതാക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. ഓയിലി സ്കിന്നുകാർക്കും കുഴപ്പമില്ല, ചെയ്യാം, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി നന്നായിട്ട് ഇത് ഫലം ചെയ്യുന്ന ഡ്രൈ സ്കിന്നുകാർക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും നല്ലതുപോലൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ഒരു മോയ്സ്ചറൈസ് ലോക്കായിട്ട് തന്നെ നമ്മുടെ സ്കിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നതല്ലേ തേങ്ങ, അതിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം വെറുതെ നമ്മൾ കുടിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കളയുകയോ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഒന്ന് ശേഖരിച്ച് ഒരു തുള്ളി ഒന്ന് ശേഖരിച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 1 സ്പൂണ് മുൾട്ടാണി മിട്ടിക്കകത്ത് മിക്സ് ചെയ്യാനുള്ള നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിത് 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി വരുമായിരുന്നു. അതുകൊണ്ട് ഇത് വലിഞ്ഞ് മുറുകുന്ന പാക്ക് ആയതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ ഡ്രൈ ആയതിനു ശേഷമാണിത് റിമൂവ് ചെയ്യുന്നത്. കുറച്ച് ഭാഗത്ത് നല്ലതുപോലെ അങ്ങ് ഉണങ്ങി, അപ്പം ബാക്കിയുള്ളടം കൂടെ എനിക്ക് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വലിഞ്ഞ് മുറുകാൻ തുടങ്ങി. അപ്പോൾ ഞാനിത് റിമൂവ് ചെയ്യാണ്. നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നല്ല ഒരു ഫേസിന് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് പാക്ക് ഇടുന്നതിന് മുമ്പുള്ള ഫേസും പിന്നെ ഞാൻ പാക്കിട്ട് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഫേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല സ്മൂത്ത് ആയതുപോലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണം എന്നുള്ളത്. നോക്ക്, ഞാനിത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ഫേസ് ഒന്ന് നോക്ക്. നല്ലൊരു തിളക്കമുണ്ട്, നല്ലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ എണ്ണ തേച്ചത് പോണക്കുള്ള ഒരു ചെറിയൊരു തിളക്കമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ആ തേങ്ങാവെള്ളം മിക്സ് ചെയ്തതിൻ്റെ കൂടിയാണ് അങ്ങനെ ആ ഒരു തിളക്കം പോണക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ആരും അങ്ങനെ ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾക്ക് കമൻറ്റിൽ കൂടെ അറിയാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ ഈ ഫേസ് പാക്കിൻ്റെ ആ ഒരു പ്രിപ്പയർ ചെയ്ത ഒരു രീതി, എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയെന്നും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡ്രൈ സ്കിന്നുകാർ പേടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു രീതിയിലാണ് ഞാൻ ഈ മുൾട്ടാണി മിട്ടി ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടി പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.